Amen.
നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. ലോകത്തിന്റെ ജീവനും രക്ഷയും സുവിശേഷിക്കുന്ന എഴുതിയ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധ എവങ്കേലിയോനിൽ നിന്ന് ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമെന്ന ജഡം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ മനുഷ്യാവതാരകാലത്ത് ഇപ്രകാരം സംഭവിച്ചു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഒന്നാമന്റെ അടുക്കൽ അവൻ ചെന്നിട്ട് അവനോട്, മകനെ, നീ ഇന്ന് പോയി മുന്തിരിത്തോട്ടത്തിൽ വേറെ എടുക്കണമെന്ന് പറഞ്ഞു. അവൻ ഉത്തരമായി, എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞു. എന്നാൽ പിന്നീട് അവൻ അനുഗമിക്കുകയും തന്റെ ജോലിക്കായി പോവുകയും ചെയ്തു. അവൻ രണ്ടാമന്റെ അടുക്കൽ ചെന്ന് ഇങ്ങനെ തന്നെ പറഞ്ഞു. മകനാകട്ടെ, പിതാവേ, ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷേ പോവുകയുണ്ടായില്ല. ഈ 2 പേരിൽ പിതാവിന്റെ ഇഷ്ടം പ്രവർത്തിച്ചവർ ആരാകുന്നു എന്ന് യേശുദമ്പുരാൻ ചോദിച്ചു. അവർ അദ്ദേഹത്തോട് ഒന്നാമൻ എന്ന് ഉത്തരം നൽകി. യേശുദമ്പുരാൻ അവരോട്, ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും നിങ്ങൾക്ക് മുമ്പേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. എന്തുകൊണ്ടെന്നാൽ യോഹന്നാൻ നീതിമാർഗം അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നു. നിങ്ങൾ പക്ഷേ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങൾ അത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കുവാൻ തക്കവണ്ണം ഒടുവിൽ പോലും നിങ്ങൾ അനുദപിച്ചില്ല എന്ന് നമ്മുടെ കർത്താവ് ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സ്വതന്ത്രീതി ഉണ്ടായിരിക്കട്ടെ. നാമെല്ലാവരും പ്രാർത്ഥിച്ചവരിൽ നിന്ന് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാന്യവാക്കും നല്ല ഉന്നതിയും ഇടവിടാതെ കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ഞങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട ഞങ്ങൾക്ക് പാപപരിഹാരം നൽകുകയും ശുദ്ധീകരിക്കുന്ന നല്ല ബലിയാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്ത മോഹനീയമായ കുർബാന അനുഗ്രഹീതവും മധുരഫലം മഹനീയവുമാകുന്നു. ശ്രീബായിലേക്ക് കയറി ഞങ്ങളെ രക്ഷിക്കുകയും ഊമജന്തുക്കളുടെ ബലികളിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്ത കന്യകയാകുന്ന പെണ്ണാട്ടിന്റെ കുട്ടിയായ കുഞ്ഞാടിന് ദൈവികമായ സ്തോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും നിങ്ങളുടെ ആയുഷ്കാലമൊക്കെയും
സ്തുതിയും ബഹുമാനവും ആരാധനയും യുക്തമാകുന്നു. ദുഃഖലഹുണ്യവും ബോധോദായ പുണ്യം നൽകുന്ന ബലിപീഠത്തിന് മുമ്പാകെയും ദിവ്യവും സ്വർഗീയമായ വിശ്വരത്തിന് മുമ്പാകെയും ഭയങ്കരമായ വിശ്വകുമാരുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കുതിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. പാപങ്ങളെ പരിഹരിക്കുന്നവനും തെറ്റുകളെ ക്ഷമിക്കുന്നവനും അകൃത്യങ്ങൾ ഓർക്കാതെ നീക്കുന്നവനുമായ ദൈവം തമ്പുരാനെ, സ്നേഹപൂർവമായ അവിടുത്തെ കാരുണ്യത്താൽ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ വേദത്തിന്റെ പാപങ്ങളെയും ദൂരീകരിക്കണമേ. ഉത്തമനെ എന്തേതോന്നേണമേ നാഥ, അവിടുത്തെ കരുണയാജ്ഞങ്ങളെ ഓർക്കണമേ. കർത്താവേ, അങ്ങയുടെ ദൈവം തന്നെ ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും മഹത്വമുള്ള അങ്ങയുടെ സഭയുടെ സകല വാദികളെയും ഓർക്കണമേ. നാഥ, ഞങ്ങൾക്കും അവർക്കും അവിടുന്ന് വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങളോട് ഉത്തരമല്ലണമേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ സ്വീകരിക്കണമേ. സകല കഠിന ശിക്ഷകളെ ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റും ആയതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കുന്നവരുന്ന സ്തോത്ര ബലി അംഗീകരിക്കുന്ന സർവാധിപതിയാകുന്ന ദൈവം തമ്പുരാനെ, പാപികളും അങ്ങയുടെ ദാസരുമാകുന്ന ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ അംഗീകരിക്കണമേ. അവിടുത്തെ വിശുദ്ധ ബലിപീഠത്തിലേക്ക് ഞങ്ങളെ സമീപിപ്പിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ അപരാധത്തിന് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും തിരുസന്നിധിയിൽ അർപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് യോഗ്യരാക്കണമേ. ഞങ്ങൾ തന്നെ തിരുസന്നിധിയിൽ സ്വീകാര്യ ബലിയായി തീരണമേ. ഉത്തമനായ അങ്ങയുടെ റൂഹ ഞങ്ങളുടെ മേലും സമർപ്പിതമായിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ അങ്ങയുടെ ജനത്തിന്മേലും ഞങ്ങളുടെ കർത്താവായ യേശുമശീഹ മുഖാന്തരം ആവസിക്കണമേ. അവനോടുകൂടെ അങ്ങേക്കും അവിടുത്തെ വിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ. ആയതിപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നാം പ്രാപിക്കുമാറാകട്ടെ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ
രക്ഷിക്കുവാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവ്വത്തെയും ജയിപ്പിക്കുന്ന കർത്താവ് പാപമോചനത്തിന് മാമോദീസ യാചിക്കേണ്ടും സമയമിതാ ശാന്തിയുടെയും സമാധാനത്തിന്റെയും നാഥനായ ഉന്നതനും അദൃശ്യനുമായ ദൈവം തമ്പുരാനെ, അങ്ങയുടെ നീതിയും സമാധാനവും ഞങ്ങളുടെ മധ്യത്തിൽ വസിപ്പിക്കണമേ. ആയുഷ്കാലം മുഴുവനും ദൈവസന്നിധിയിലുള്ള സമർപ്പണവും അങ്ങയോടുള്ള സ്നേഹവും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ. ഞങ്ങളെ മേൽക്കൂടുന്ന ഏകജാതനും വിശുദ്ധരൂപായും സ്തുതിയും സ്തോത്രവും കരേറ്റുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദൈവമായ ഓരോരുത്തരും അവന്